പണക്കാരനായ ഒരാളെ വിവാഹം കഴിക്കാൻ അന്ന ആഗ്രഹിച്ചു. പക്ഷേ അതിനായി തന്റെ രൂപം മാറ്റണമെന്ന് അവൾ കരുതി. അങ്ങനെ അവൾ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അവൾ ഓപ്പറേഷൻ തിയേറ്ററിലെ മേശപ്പുറത്ത് കിടന്നു. അനസ്തേഷ്യ നൽകിയ ഉടൻ തന്നെ അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു. ഉറക്കത്തിൽ അവൾ ഒരു വിചിത്രമായ സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ അവൾ അതീവ സുന്ദരിയായി ഒരു കല്യാണ മണ്ഡപത്തിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ തന്റെ മണവാളനെ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയി. അത് അവളുടെ കാമുകനായിരുന്നില്ല, മറിച്ച് കയ്യിൽ മൂർച്ചയുള്ള കത്തിയും പിടിച്ചു നിൽക്കുന്ന സർജനായിരുന്നു. പേടിച്ചു വിറച്ച അന്ന പെട്ടെന്ന് കണ്ണു തുറന്നു. സർജറി അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. അവളെ റിക്കവറി റൂമിലേക്ക് മാറ്റി. താൻ കണ്ട ഭയപ്പെടുത്തുന്ന സ്വപ്നത്തെക്കുറിച്ച് അവൾ കാമുകനോട് പറയുകയും വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു. അതിനിടയിൽ കാമുകൻ അവളുടെ ഒരു ഫോട്ടോ എടുത്ത് തന്റെ അമ്മയ്ക്ക് അയച്ചുകൊടുത്തു. കുറച്ചു സമയത്തിനു ശേഷം അന്ന വീണ്ടും ഉണർന്നപ്പോൾ അവളുടെ കാമുകനും സർജനും ഒരു ഗ്ലാസ് ജനലിന് പിന്നിൽ നിന്ന് രഹസ്യമായി സംസാരിക്കുന്നത് കണ്ടു. അവൾ അവരെ ശ്രദ്ധിക്കുന്നത് കണ്ട നിമിഷം അവർ സംസാരിക്കുന്നത് നിർത്തി. എന്തോ പന്തികേടുണ്ടെന്ന് അന്നയ്ക്ക് തോന്നിത്തുടങ്ങി. മുറിയിൽ ആരുമില്ലാതിരുന്ന സമയം നോക്കി അവൾ പതുക്കെ പുറത്തേക്ക് നടന്നു. കോറിഡോറിൽ ഒരു നഴ്സ് അവളുടെ മെഡിക്കൽ ഫയൽ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് നഴ്സിന്റെ ഫോൺ ബെല്ലടിച്ചപ്പോൾ അവർ അവിടെ നിന്ന് മാറിപ്പോയി. അന്ന വേഗത്തിൽ ആ ഫയൽ എടുത്ത് വായിച്ചു നോക്കി. അതിൽ കണ്ട കാര്യങ്ങൾ അവളുടെ നെഞ്ചിടിപ്പ് നിർത്തിക്കളഞ്ഞു. അന്നയ്ക്ക് ഭംഗിയില്ലെന്നും അവളുടെ മുഖം ഇനിയും മാറ്റണമെന്നുമാണ് കാമുകൻ ഡോക്ടറോട് പറഞ്ഞിരുന്നത്. പെട്ടെന്ന് അടുത്ത മുറിയിൽ നിന്ന് വിചിത്രമായ ചില ശബ്ദങ്ങൾ കേട്ടു. ആകാംക്ഷയോടെ അന്ന ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കി. അവിടെ മുഖമില്ലാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഭയന്നുപോയ അന്ന പെട്ടെന്ന് തിരിഞ്ഞതും സർജന്റെ മേൽ ചെന്നിടിച്ചു. അയാൾ അവളെ ബലമായി പിടിച്ച് വീണ്ടും ഓപ്പറേഷൻ ടേബിളിലേക്ക് കിടത്തി. അന്ന വീണ്ടും ഉണർന്നപ്പോഴേക്കും രണ്ടാമത്തെ സർജറിയും കഴിഞ്ഞിരുന്നു. അവളുടെ കാമുകൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിന്നെ കാണാൻ ഇതിലും ഭംഗിയുണ്ട്. എന്റെ അമ്മയ്ക്ക് നിന്നെ തീർച്ചയായും ഇഷ്ടപ്പെടും. എന്നാൽ അന്ന പതുക്കെ തന്റെ മുഖത്തെ ബാൻഡേജ് മാറ്റിയപ്പോൾ